ഞാലിബില്ലി. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു സിനിമ കണ്ടു. പൃഥ്വിരാജിൻ്റെ പടം വിലൈതൂത്ത. പടം കണ്ടു. പടം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഏതോ ഒരു ട്രെയിലർ എന്തോ ഇത് കണ്ടു. പുഷ്പയായിട്ട് കമ്പയർ ചെയ്യണ ഒരു ഇത് കണ്ടായിരുന്നു. അതായത് പൃഥ്വിരാജ് തന്നെ പറയുന്നത് പുഷ്പ ഒക്കെ പാൻ ഇന്ത്യൻ, നമ്മളങ്ങനെയല്ലെന്ന് പറയണ. അതുകൊണ്ട് തന്നെ ഞാൻ പുഷ്പയുടെ റെഫറൻസ് ഈ പടത്തിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ പടത്തിൽ ഈ പുഷ്പയും ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പടമേ അല്ല വിലായത്തൂത എന്ന് പറഞ്ഞത്. ഇത് വിലായത്തൂത മരത്തിൻ്റെ ക്വാളിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. പിന്നെ വേറെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പുഷ്പയായിട്ട് ഈ പടം കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം പുഷ്പ വേറെ ലെവല്, ഇത് വേറെ ലെവല്. ഇതെന്തായാലും മലയാളത്തിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ തുടക്കം തന്നെ സച്ചിയുടെ ഫോട്ടോ കാട്ടി പ്രണാമം എന്നൊക്കെ കാട്ടി. എനിക്ക് കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് സച്ചിയുടെ അസിസ്റ്റൻ്റാണ് ഈ പടം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി അങ്ങനെ എൻ്റെ സംഭവത്തിലായിരിക്കും ചെയ്തത്. എന്തായാലും സച്ചി ചെയ്തെങ്കിൽ ഈ ലെവലൊന്നും പറ്റില്ല. കാരണം ഒരു അയ്യപ്പനും കോശിയും ഇപ്പോൾ ഇതിൽ ഇന്നലെ ഇതൊക്കെ വന്നിരുന്നു. രണ്ടുപേരെ തമ്മിൽ ഈഗോ തമ്മിലാണ് അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നിരുന്നു. ഈഗോ തമ്മിലുള്ള കഥയാണ് ഈ പടം പറയണേ എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ അയ്യപ്പനും കോശിയും ആ ഒരു ലെവലിലേക്ക് വരുമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ ഒരു ലെവലല്ല ഇതെന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഹാഫ് പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പടം 3 മണിക്കൂറിൻ്റെ അടുത്ത് പടമുണ്ട്. പക്ഷേ ഒട്ടും എനിക്കങ്ങനെ ലാഗ് എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് കണ്ടിരിക്കാൻ തോന്നി. ഒട്ടും ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് തന്നെയായിരിക്കും, അത് പടത്തിൻ്റെ കഥയായിരിക്കും. പക്ഷെ ഒന്നുകൂടിയും ഒരു ഇതായിട്ട് എടുക്കായിരുന്നു. എന്തായാലും പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ പോലെ തന്നെ ഈ പടത്തിൽ കസറിക്കുന്ന ആളാണ് ഷമ്മി തിലകൻ. ഷമ്മി തിലകൻ്റെ പൊന്നോ, അത് തുടക്കം കാട്ടുന്നത് തന്നെ ഷമ്മി തിലകൻ്റെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാട്ടുന്നത്. പിന്നെയാണ് ഈ പടത്തിൻ്റെ ഇത് അതുകൊണ്ട് തന്നെ എനിക്കൊരു മടുപ്പ് തോന്നിയില്ല പടം കണ്ടപ്പോൾ. അത് തന്നെ അത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ആയിരിക്കുള്ളൂ. ഷമ്മി തിലകൻ അസാധ്യമായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ച എല്ലാവരും. പിന്നെ ഇതിൽ 2 പിള്ളേരുണ്ട്, വെറുപ്പിക്കുന്ന 2 പിള്ളേർ. അതായത് വില്ലനായിട്ടാണ് ഈ പടത്തിൽ വന്നത്. പക്ഷെ അതിനുള്ള ഒരു ആംബിയറോ കാര്യങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഐറ്റങ്ങൾ ഈ എന്താ പറയുക, ഈ ചള്ള പിള്ളേരെന്നൊക്കെ പറയില്ലേ, അതേപോലെ എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം ഒരു വില്ലനിസം കാട്ടാനുള്ള ഒരു സംഭവം ഇതിലില്ല. പിന്നെ ക്ലൈമാക്സൊക്കെ എത്തുമ്പോൾ ഇതിൽ അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടു നോക്ക്. കാരണം അതിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല. കാരണം ഈ പടം മെയിനായിട്ടും പറയുന്നത് വിലായത്തൂത എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ആ പേര് പോലെ തന്നെ അതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ പടം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒരു ചന്ദനമരം അതിൽ കൂടിയ ക്വാളിറ്റിയും കുറഞ്ഞ ക്വാളിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഉള്ള ഏറ്റവും ക്വാളിറ്റി സാധനമാണ് വിലായത്തൂത എന്ന് പറയുന്നത്. എനിക്കത് അറിയാൻ പാടില്ല വിലായത്തൂത. പിന്നെ ആ മരം കൊണ്ട് മെയിനായിട്ടും മറ്റേ എവിടെയും കണ്ടേ എവിടെയോ പോയി മറ്റേ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കണം. അങ്ങനത്തെ സംഭവമാണ് കാര്യം പറഞ്ഞാൽ. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ഇപ്പോൾ പടം കണ്ടപ്പോഴാണ് കുറച്ചെങ്കിലും മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയണത് ഞാൻ നിൽക്കല്ല. എന്തായാലും പൃഥ്വിരാജിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. അതായത് നല്ല പുള്ളിയുടെ ആക്ഷനും മറ്റേ സൗണ്ടും കാര്യങ്ങളും എല്ലാവരും ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെൻറ്റിമെൻ്റൽ സീൻസൊക്കെ കുറേ ഉണ്ട് ഇതിൽ. അത് ഷമ്മി തിലകൻ്റെ ആയാലും അതേപോലെ തന്നെ ഇതിലൊരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ സംഭവം പറയുന്നത്, അത് കഥ പറയുന്നതൊക്കെ അത് നല്ല രസമായിട്ട് പുള്ളിക്കാരെ നല്ല രസമായിട്ട് പൃഥ്വിരാജ് അതിൽ അഭിനയിച്ചിട്ട്. എന്തായാലും തിയേറ്റർ വാച്ചബിളാണ് പടം. എന്തായാലും ധൈര്യമായിട്ട് പോയി കാണാം. കാരണം എനിക്ക് മടുത്തില്ല പടം കണ്ടിട്ട്. 3 മണിക്കൂർ പടം ഉണ്ടായാലും വലിയൊരു മടുപ്പ് തോന്നില്ല. പിന്നെ ഈ പടത്തിൽ പാട്ടുകൾ അത്രയ്ക്ക് ക്യാച്ചിങ് ആയിട്ട് കിട്ടില്ല. പിന്നെ ഉള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തുടക്കം തന്നെ ഒരു പാട്ടുണ്ട്. ഞാൻ ഇന്നലെയാണ് ആ പാട്ട് ആദ്യമായിട്ട് കേട്ടത്. ഒരു ടൈറ്റിലൊക്കെ എഴുതി കട്ടുമ്പോൾ ഉള്ളൊരു പാട്ട്. അതും പിന്നെ ഏറ്റവും അവസാനം എൻഡ് ക്രെഡിറ്റ്സിലും ആ പാട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല വോയിസ് ഉണ്ട്. കാരണം അങ്കമാലി ഡയറീസിൽ മറ്റേ പ്രാഞ്ചി എന്ന് പറഞ്ഞ ആൾ പാടിക്കണോ അല്ല, ഒരു വ്യത്യസ്തതയുണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ. അത്ര തന്നെ. എന്തായാലും തിയേറ്ററിൽ ധൈര്യമായിട്ട് പോയി കാണാവുന്ന ഒരു പടമാണ്. ധൈര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഇതിൽ കുറച്ച് ഇൻറ്റിമേഷൻ സീൻസൊക്കെ ഉണ്ട്. ഇൻറ്റിമേഷൻ അല്ല, മറ്റേ എങ്ങനെ പറയാ, കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അത് ശരി, ഇത്രയൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ. പിന്നെ കൂടുതലൊന്നുമില്ല. അതായത് വേറെ ഒന്നുമില്ല.
അപ്പോൾ എന്തായാലും എല്ലാവർക്കും കാണാവുന്ന ഒരു പടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സമയം കൂടുതലുണ്ടെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരു ബോറോ ലാഗോ ഒന്നും എനിക്ക് ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ തന്നെയായിരിക്കും ബാക്കിയുള്ളവരുടെ അഭിപ്രായം. എന്തായാലും നല്ലൊരു പടം, എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാമെന്നുള്ളൊരു പടമുണ്ട് വിലായത്ത് യുദ്ധം.